പ്രൈസല്ലോ ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അപ്പസ്തോലന്മാർക്ക് ഈ അഭിഷേകം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ സ്വത്തുകളെല്ലാം പൊതുവക എന്ന് അവർ എണ്ണുവാൻ ഇടവന്നപ്പോൾ പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പസ്തോലന്മാർ മറുപേര് വിളിച്ച സൈപ്രസുകാരനായ ജോസഫ് എന്നൊരു ലേവായൻ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ മനുഷ്യൻ തൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ഏൽപ്പിച്ചു. ഇത് കണ്ടപ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അനനിയാസ് സഫീറയെയും കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കണ്ടോ, വിശ്വസ്തയോടുകൂടെ തൻ്റെ സ്വത്തുകളെല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ഏൽപ്പിക്കുന്നവരും, എന്നാൽ സ്വന്തം സ്വത്ത് വിറ്റ് അപ്പസ്തോലന്മാരൊന്നും അറിയാതെ കുറെ എടുത്ത് ഭാഗം മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് ഭാഗം കൊണ്ടേ അപ്പസ്തോലന്മാരെ കാൽക്കൽ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റിട്ട് ആണ് കൊണ്ടുവന്ന് തരുന്നത് എന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചാണ് അനനിയാസും സഫീറയും ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരും ആലോചിച്ച് അവരുടെ അറിവോടുകൂടെ അവർ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അവരുടെ സ്വത്ത് വിറ്റ് അതിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ടാണ് കൊണ്ട് ഏൽപ്പിക്കുന്നത്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് ആദ്യം കടന്നു വന്ന ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ബാക്കി കൊണ്ടുവന്ന അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനനിയാസേ, പരിശുദ്ധാത്മാവോട് യാചം കാണിക്കാൻ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കേണ്ടതിന് സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? കണ്ടോ, സാത്താൻ കൈവശമാക്കിയത് കൊണ്ടാണ് കുറച്ചെടുത്ത് അങ്ങ് മാറ്റി വെച്ചേക്കാം, മുഴുവൻ അങ്ങ് കൊണ്ടേ കൊടുത്താൽ നമ്മൾ അനാഥരായി തീരിയേലേ, ഇനി നമുക്കൊന്നുമില്ലല്ലോ, എന്നാൽ കുറച്ചങ്ങ് കൊടുത്താൽ ബാക്കി കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാം എന്നുള്ള പിശാചാണ് അവരുടെ ഹൃദയത്തിൽ അങ്ങനെ പ്രേരണ കൊടുത്തത്. സാത്താൻ നിന്റെ ഹൃദയത്തിൽ വ്യാജം കാണിക്കാൻ പ്രേരണ തന്നില്ലേ? കണ്ടോ, അറിവോടുകൂടെ ഇത് അപ്പസ്തോലന്മാരോട് പറഞ്ഞില്ല, പത്രോസിനോട് പറഞ്ഞില്ല, പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തിയത്. കാരണം വ്യാജത്തിന്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെയും നീതിയുടെയും ദൈവപ്രവൃത്തിയുടെ ആത്മാവാ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായ ദൈവമാണ് പത്രോസിന്റെ അകത്ത് ഇത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പത്രോസ് അനനിയാസിനോട് പറയുകയാണ്, അനനിയാസേ, നീ യാചം കാണിക്കരുത് പരിശുദ്ധാത്മാവിനോട്. പറഞ്ഞ പാടെ അവൻ മരിച്ചു വീണു. ഇതിനു ശേഷമാണ് അടുത്ത പുറകെ തന്നെ സഫീറയും കൂടെ കടന്നു വരുന്നത്. അത് വിലയ്ക്ക് മുമ്പേ നിന്റേതായിരുന്നില്ലേ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. കർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് വ്യാജം കാണിക്കുക, വ്യാജം സംസാരിക്കുക, വ്യാജമായി പ്രവർത്തിക്കുക, നമുക്ക് വ്യാജ സ്നേഹം കാണിക്കുക, വ്യാജമായി നമ്മളുമായിട്ട് ഇടപെടുക. കർത്താവ് അതൊന്നും ഇഷ്ടപ്പെടുകയല്ല. കർത്താവിന് നമ്മുടെ മനസ്സ് കൃത്യതയുള്ള മനസ്സായിരിക്കണം, വ്യാജത്തോടെ അല്ലാതിരിക്കണം. വ്യാജം കാണിച്ചാൽ കർത്താവ് പറയും, നീ വ്യാജമാ കാണിക്കുന്നതെന്ന് പറയും. നീ തട്ടിപ്പ് ചെയ്താൽ തട്ടിപ്പാ ചെയ്തതെന്ന് പറയും. നീ എന്ത് കർത്താവിന് വിരോധമായി പ്രവർത്തിച്ചാലും ആരും അറിയല്ലെന്ന് നമ്മൾ വിചാരിക്കും, കർത്താവ് അത് അറിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹൃദയവും ഹൃദയത്തിന്റെ ഗദ്ഗതങ്ങളും നമ്മുടെ പ്രാർത്ഥനയും പ്രാർത്ഥനാത്മകതകളും അറിയുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകളും കർത്താവ് അറിയും. നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രവൃത്തികളും കർത്താവ് അറിയും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അതും കർത്താവ് അറിയും. കാരണം പരിശുദ്ധാത്മാവ് ഇതെല്ലാം കാണുന്ന ദൈവമാണ്. ഹൃദയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും കണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ അനനിയാസും സഫീറയും ആ വ്യാജം കാണിച്ചത് കൊണ്ട് സ്വത്ത് അവരുടെ സ്വന്തമായിരുന്നു. പത്രോസ് അങ്ങനെ തന്നെ പറഞ്ഞത്, വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അല്ലായിരുന്നോ? അതെ. വിറ്റിന് ശേഷം നിങ്ങളുടെ അല്ലേ? അതെ. എന്തിനാ കുറെ എടുത്ത്
നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് കുറെ എടുത്ത് മാറ്റിവെച്ചത്? അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇതാ പരിശുദ്ധാത്മാവിനോട് യാചം കാണിച്ചത് കൊണ്ടായി ഇത് സംഭവിച്ചത്. കാരണം അപ്പസ്തോലന്മാർ ആത്മനിറവിലാണ് നിന്നത്. പ്രിയമുള്ളവരെ, ആത്മനിറവിന്റെ മുന്നിൽ ഒരു വ്യാജമില്ലാതെ നിൽക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് വേണം. നമുക്കൊരു പ്രാർത്ഥിക്കാം. കർത്താവേ, അനന്യാസിന്റെയും സബീറയുടെയും ജീവിതത്തിൽ അവർ പരിശുദ്ധാത്മാവിനെതിരെ യാചം കാണിച്ചപ്പോൾ അവർ സ്വത്തിന്റെ ഭാഗം മാറ്റിവെച്ച് അവർ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ബാക്കി ഏൽപ്പിക്കുമ്പോഴാണ് അവർ ചെയ്ത തെറ്റ് പരിശുദ്ധാത്മാവിലൂടെ പത്രോസ് എടുത്തു കാണിക്കുവാനും വ്യാജത്തിന്റെ ആത്മാവല്ല സത്യത്തിന്റെ ആത്മാവാണെന്ന് പറയുവാനും അവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തിക്ക് പകരം പിശാചിന്റെ ബന്ധനം അവരുടെ ഉള്ളിൽ കടന്നു വന്നവർ മരിച്ചു വീഴാൻ ഇടവന്നെങ്കിൽ, അപ്പസ്തോലനായ പത്രോസിലൂടെ കണ്ട ആ പ്രവൃത്തി കണ്ട് അനേകർ ഭയന്ന് വിറച്ചു പോകാൻ ഇടവന്നു. പരിശുദ്ധാത്മാവ് സത്യവും നീതിയും നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരും. ഈ ആത്മാവിന്റെ സ്നേഹത്തോടു കൂടെ നമുക്കായിരിക്കാൻ കർത്താവ് ബലം തരട്ടെ. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.